ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ എപ്പോഴും ലോകത്തിനൊരു തലവേദനയാണ്, പ്രത്യേകിച്ച് ഇസ്രായേലിനെ ഇറാനെ ആക്രമിക്കാനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് ഈ ഇറാന്റെ ആണവ പരീക്ഷണങ്ങളാണ്. നമുക്കറിയാം, അമേരിക്ക ഈയിടയ്ക്ക് ഇറാനിൽ ബോംബറുകൾ കൊണ്ടുപോയി ബങ്കർ ബസ്റ്റർ ബോംബുകളിട്ട് ഇറാന്റെ ആണവ നിലയങ്ങൾ തകർത്തു എന്നുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ അവിടെയുള്ള യുറേനിയം മുഴുവൻ നോർത്ത് കൊറിയയിലേക്ക് മാറ്റി എന്നുള്ള റിപ്പോർട്ടുകൾ അതിനുശേഷം നമ്മൾ വായിച്ചതാണ്. ഇപ്പോഴിതാ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമാക്കിക്കൊണ്ട് 2025 നവംബറിലെ പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ ഇറാൻ തങ്ങളുടെ പഴയ ആണവായുധ കേന്ദ്രമായിട്ടുള്ള തലേഖാൻ 2 വേഗത്തിൽ പുനർനിർമ്മിക്കുകയാണെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നൽകുന്നു. ടെഹ്റാൻ അടുത്തുള്ള പാർച്ചിൻ സൈനിക സമുച്ചയത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ ഉയർന്ന സ്ഫോടനാത്മക പരീക്ഷണങ്ങൾ ഈ സ്ഥലത്ത് പുനരാരംഭിച്ചേക്കാമെന്ന് ആണവ വിദഗ്ധർ ഇപ്പോൾ പറയുന്നുണ്ട്. 2000ന്റെ തുടക്കത്തിൽ അമാദ് പ്ലാൻ പ്രകാരം ഇറാൻ ഒരു രഹസ്യ പദ്ധതി ആരംഭിച്ചു. ഒരു ആണവ ബോംബ് നിർമ്മിക്കാനായിരുന്നു പ്ലാന്റ്. ബോംബിൽ പരീക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഗങ്ങൾ, അതായത് ഉയർന്ന സ്ഫോടക വസ്തുക്കൾ ഈ സ്ഥലത്ത് പരീക്ഷിച്ചു. 2024 ഒക്ടോബറിൽ ഇസ്രായേൽ ഈ സ്ഥലത്ത് ബോംബിട്ട് പൂർണ്ണമായും നശിപ്പിച്ചു. എന്നിരുന്നാലും ഒരു വർഷത്തിനുള്ളിൽ 2025 മെയ് മുതൽ ഇറാൻ ഈ സ്ഥലത്ത് ദ്രുതഗതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രശസ്ത അമേരിക്കൻ തിങ്ക് ടാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി 2015 നവംബറിൽ ഒരു റിപ്പോർട്ടും പ്രധാന മാറ്റങ്ങളോടെയുള്ള ഒരു പുതിയ ഉപഗ്രഹ ചിത്രവും പുറത്തിറക്കി. ഏകദേശം 36 മീറ്റർ നീളവും 12 മീറ്റർ വീതിയുമുള്ള ഒരു വലിയ സിലിണ്ടർ പോലുള്ള ഡിസൈൻ സൈറ്റിൽ കാണാം. ഒരു കണ്ടെയ്ൻമെന്റ് വെസലായിരിക്കാം ഈ ഡിസൈൻ എന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. ഉള്ളിലൊരു വലിയ സ്ഫോടനമുണ്ടായാലും പുറത്തൊരു ഫലവും ഉണ്ടാകാത്ത വിധത്തിൽ ഇത് രൂപകൽപ്പന ചെയ്യാൻ കഴിയും. ആണവ ബോംബുകൾ പരീക്ഷിക്കുന്നതിന് ഈ ഡിസൈൻ അനുയോജ്യമാണ്. കറുത്ത കവർ കൊണ്ട് ഈ ഡിസൈൻ മൂടാനും ഇറാൻ ശ്രമിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ഇത് വ്യക്തമായി സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും സൈറ്റിന്റെ ചരിത്രം കണക്കിലെടുക്കുമ്പോൾ ആണവ പദ്ധതിക്കായിട്ടുള്ള പരീക്ഷണങ്ങളാണെന്ന സംശയം വളരെ കൂടുതലാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.